അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലഹരി സകല തിന്മകളുടെയും താക്കോലാണ്. അതുകൊണ്ട് നിങ്ങളത് ഉപേക്ഷിക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എത്രമാത്രം ശരിയാണ്. ചെറിയ അളവിൽ ലഹരിയുള്ള സാധനമാണെങ്കിലും അത് ഉപയോഗിക്കൽ ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എല്ലാ തിന്മകളും എല്ലാ തെറ്റുകളും ചെയ്യുമെന്നാണ്. കഴിഞ്ഞ ദിവസം വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ അടുത്തുണ്ടായി. മിനിങ്ങാന്ന് രാത്രി ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ഒരു മകൻ, 24 വയസ്സുള്ള ഒരു മകൻ സ്വന്തം ഉമ്മയുടെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. 24 വയസ്സുള്ള മകനാണ്. മകന്റെ പേരൊക്കെ വളരെ വളരെ മഹത്തായ വളരെ ഭംഗിയുള്ള ഒരു പേരാണ്. മുഹമ്മദ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. 24 വയസ്സേ പ്രായമായിട്ടുള്ളൂ. സ്വന്തം ഉമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് നാട്ടുകാരും വീട്ടുകാരൊക്കെ ചേർന്ന് ഈ ഉമ്മയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വളരെ ഗുരുതരാവസ്ഥയിലാണ് ആ ഉമ്മ തുടരുന്നത് എന്നുള്ള വാർത്തയൊക്കെയാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. മകൻ ലഹരി ഉപയോഗിച്ചിരുന്നു, ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് ഈ മകനെ കുറിച്ച് പോലീസ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്, മുഹമ്മദ് എന്ന് പേരുള്ളവനാണ് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന്, കോഴിക്കോട് താമരശ്ശേരി അടിവാരത്ത് നിന്ന് ഒരു മകൻ ഉമ്മയെ ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയ ഒരു വാർത്ത നമ്മൾ കേട്ടത്. ഏകദേശം 1-2 വർഷം മുമ്പല്ലേ കുന്നംകുളം വടക്കേക്കാട് അക്മൽ എന്ന് പേരുള്ള മുന്ന എന്ന് വിളിക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ വല്യമ്മയുടെയും വല്യപ്പയുടെയും കഴുത്തറത്ത് മാറ്റിയത്. ഇവിടെയൊക്കെ ലഹരിയായിരുന്നു പ്രശ്നം. ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയോട് സ്നേഹമില്ലാതെയായി. ഇവരൊക്കെ ഉമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആളുകളായിരുന്നു. ഈ താമരശ്ശേരിയിലെ ആ ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ആ ഉമ്മയെ വളരെയേറെ ചെറുപ്പകാലത്തൊക്കെ സ്നേഹിച്ചിരുന്ന മകനായിരുന്നു. ഉമ്മയുടെ ഏക മകനായിരുന്നു. സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകന്റെ കൈകൊണ്ടാണ് ആ ഉമ്മ കൊല്ലപ്പെട്ടത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മക്കളെ വളരെയേറെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയിരുന്നു ഈ മാതാപിതാക്കളൊക്കെ. നമ്മൾ ആ മുന്നയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, വടക്കേക്കാടുള്ള മുന്ന. വല്ലിപ്പയും വല്യമ്മയും, അബ്ദുള്ള എന്ന് പേരുള്ള വല്ലിപ്പ, അതുപോലെ ജമീല എന്ന് പേരുള്ള വല്യമ്മ, 2 പേരും ഈ മകനെ പൊന്നുപോലെ നോക്കി വളർത്തിയതാണ്, ഏറെ സ്നേഹിച്ച് വളർത്തിയതാണ്. ആ മകന്റെ കൈകൊണ്ടുകൊണ്ട്, ആ പേരക്കുട്ടിയുടെ കൈകൊണ്ടാണ് ആ വല്യമ്മയും വല്ലിപ്പയും കൊല്ലപ്പെട്ടത്. താമരശ്ശേരിയിൽ സ്വന്തം മകന്റെ പൊന്നുപോലെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഏക മകന്റെ കൈകൊണ്ടാണ് ആ ഉമ്മ കൊല്ലപ്പെട്ടത്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമുദായത്തിൽ മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാർ മാതാപിതാക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സംഭവങ്ങൾ അടുത്ത കാലത്ത് ധാരാളം കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മൾ എന്നിട്ടും ഈ ലഹരിയെക്കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല എന്നുള്ളതാണ്. ലഹരി വലിയ തെറ്റാണ്. ഇസ്ലാം വളരെ ഗുരുതരമായ തെറ്റായിട്ടാണ് ലഹരിയെ പരിചയപ്പെടുത്തുന്നത്. ഒരു നിലക്കും ലഹരി ഉപയോഗിക്കാൻ പാടില്ല, ലഹരിയുടെ അടുത്തുകൂടെ പോകരുതേ എന്ന് ഇസ്ലാം വളരെ കർശനമായി പറയുന്നുണ്ട്. കാരണം ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുമ്പിൽ ഉമ്മയില്ല, വാപ്പയില്ല, അവൻ എല്ലാ തെറ്റും ചെയ്യും. ലഹരി ഉപയോഗിക്കുന്നവൻ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മുമ്പൊരിക്കൽ ഒരു സൂഫിയുടെ കഥ എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നില്ലെങ്കിലും അദ്ദേഹം വളരെ ഒരു സൂഫിയായി ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എപ്പോഴും ഇബാദത്തുകളിലായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ല സുന്ദരനായിരുന്നു അത്രേ. അപ്പോൾ ആ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനോട് ആ നാട്ടിലെ രാജകുമാരിക്ക് ഒരു പ്രണയം തോന്നുന്നു. ആ നാട്ടിലെ സമ്പന്നയായ രാജകുമാരിക്ക് ഒരു പ്രണയം തോന്നി. അപ്പോൾ അദ്ദേഹത്തൊന്ന് വശീകരിക്കണം, തൻ്റെ ബെഡ്റൂമിലേക്ക് എത്തിക്കണമെന്ന് ആ ഒരു രാജകുമാരി ചിന്തിക്കുന്നു. അങ്ങനെ തൻ്റെ പട്ടാളക്കാരെ വിട്ട് ഈ ഒരു ചെറുപ്പക്കാരനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ചെറുപ്പക്കാരനോട് ഈ രാജകുമാരി പറഞ്ഞത്രേ, എനിക്ക് നിന്നോടൊപ്പം ബെഡ് ഷെയർ ചെയ്യണം, നീ എന്നോടൊപ്പം കിടക്കണമെന്ന്. അദ്ദേഹം സമ്മതിച്ചില്ല. അത് വലിയ തെറ്റാണ്, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ അള്ളാഹുവിന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത്രേ. ആ സമയത്ത് ഒരു നിലക്കും ഇവൻ വഴപ്പെടില്ല, ഈ ഒരു സൂഫി, ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു നിലക്കും വഴിപ്പെടില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ രാജകുമാരി പറഞ്ഞത്രേ, ഞാൻ 3 ഓപ്ഷൻ നിന്റെ മുന്നിൽ വെക്കാം, 3-ൽ 1 ചെയ്യൽ നിർബന്ധമാണ്, അല്ലാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല എന്ന്. ഒന്നുകിൽ നീ മദ്യപിക്കണം എന്ന് പറഞ്ഞ് ഒരു കുപ്പി മദ്യം മുന്നിൽ വെച്ചു കൊടുത്തു, അതല്ലെങ്കിൽ നീ ഞാനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടണം, അതല്ലെങ്കിൽ നീ നിന്റെ ഉമ്മയെ കൊല്ലണം. ഈ 3-ൽ ഏതെങ്കിലും 1 ചെയ്താലേ നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുള്ളൂ. അദ്ദേഹത്തിന് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, വ്യഭിചാരം ഒരിക്കലും അത് ഞാൻ ചെയ്യില്ല, കാരണം ഒരിക്കലും അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പിന്നെ അവിടെ ഞാൻ മാത്രമല്ല തെറ്റുകാരനാവുന്നത്, എന്നെ ഇതിലേക്ക് എത്തിച്ച ഈ ഒരു പെണ്ണും തെറ്റുകാരിയായി മാറും. അതുകൊണ്ട് അത് ഞാൻ ചെയ്യില്ല. 2, എന്നെ പ്രസവിച്ച് പോറ്റി വളർത്തിയ എൻ്റെ ഉമ്മ എന്ന് പോലും പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്ന ആ ഉമ്മയെ കൊലപ്പെടുത്തുകയോ
എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈ ഒരു മദ്യപാനമല്ലാതെ വേറെ ഒരു വഴിയില്ല. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു. മദ്യപാനമാകുമ്പോൾ എനിക്ക് മാത്രമല്ല പ്രശ്നമുള്ളൂ, അതുകൊണ്ട് മറ്റ് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. മറ്റു കുഴപ്പമെന്ന് വെച്ചാൽ മറ്റൊരാളെ വേദനിപ്പിക്കൽ അതുകൊണ്ട് ഇല്ലല്ലോ എന്നാണ് ഇയാൾ ചിന്തിച്ചത്. അദ്ദേഹം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ഒരു പെണ്ണിന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ കള്ളു കുടിച്ചു എന്നാണ്. കള്ളു കുടിച്ചപ്പോൾ ബോധം പോയപ്പോൾ ഇയാൾ ഈ പെണ്ണുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും പിന്നീട് വീട്ടിൽ ചെന്ന് തൻ്റെ ഉമ്മയെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മദ്യപാനം അല്ലെങ്കിൽ ലഹരി. ലഹരി എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മദ്യപാനം അല്ല പ്രശ്നം, അതിനേക്കാളും വലിയ ലഹരി വസ്തുക്കൾ കഞ്ചാവ്, MDMA എന്നൊക്കെ പറയുന്നത് വളരെ ഗുരുതരമാണ്. എന്നോട് ഇപ്പോൾ അടുത്തൊരു വല്യമ്മ പരാതി പറഞ്ഞിരുന്നു. പേരമകൻ ലഹരി ഉപയോഗിച്ചിട്ട് പലപ്പോഴും ഉമ്മയെ മർദ്ദിക്കും, നമ്മൾ പറഞ്ഞ് കേൾക്കുന്നില്ല, ചിലപ്പോൾ എന്നെ തന്നെ തല്ലാനൊക്കെ വരുന്നു എന്ന് ഒരു പ്രായമായൊരു വല്യമ്മ. അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളിത് വളരെ നിസ്സാരമായി കാണുകയാണ്. നമ്മുടെ നാട്ടിൻ്റെ പല പരിസരങ്ങളിൽ ഈ സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറിയ കുട്ടികൾ വരെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കാണാം. പലരും രഹസ്യമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, വിദ്യാർത്ഥിനികൾ, പെൺകുട്ടികൾ വരെ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് അഡിക്റ്റായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വീഡിയോകൾ, പഠനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമ്മൾ ആരും നമ്മുടെ മക്കളിൽ നിന്ന് രക്ഷപ്പെടും, എൻ്റെ കുട്ടി അതിലൊന്നും പോയി ചാടില്ല എന്ന് കരുതരുത്. നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ വളരെ സിമ്പിളാണ്. കൂട്ടുകെട്ട് വലിയ പ്രശ്നമാണ്. കൂട്ടുകെട്ടിലൂടെയാണ് കുട്ടികളൊക്കെ ഇതിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. നമ്മുടെ സൗഹൃദ വലയത്തിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒരു വട്ടം ഒന്ന് ഉപയോഗിച്ച് നോക്കുക, ഇതുകൊണ്ട് പ്രശ്നമൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അറിയാതെ കുട്ടികൾ ഉപയോഗിച്ച് പോകും. ഇതൊരു ചെറിയൊരു 2 തരി പോലെയൊക്കെയുള്ളൂ. MDMA എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു മില്ലിഗ്രാം 2 മില്ലി ചെറിയ സാധനമാണ്. ഒരു പഞ്ചാരയുടെ ആ ഒരു ചെറിയൊരു കഷ്ണം പോലത്തെ കഷ്ണങ്ങളൊക്കെയാണ് ഈ MDMA എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റായി മാറി എന്നുള്ളതാണ്. പിന്നെ അത് ഉപയോഗിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. വീണ്ടും അത് ഉപയോഗിക്കണം. 48 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. അത് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് തോന്നും, അത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. പിന്നെ അത് കിട്ടാതാകുമ്പോൾ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തും. അതിനുവേണ്ടി മോഷ്ടിക്കും, ചിലപ്പോൾ കളവുകൾ പറഞ്ഞ് പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. പിന്നെ അത് കിട്ടാതാകുമ്പോഴാണ് ഇവർ ഈ അക്രമാസക്തരാകുന്നത്, മാതാപിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രമാത്രം പ്രതീക്ഷയോടുകൂടെയാണ്, എത്രമാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത്. എന്നിട്ട് ആ മക്കള് ഇതുപോലെ കൊലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ, മാതാപിതാക്കളെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഈ സാധനങ്ങളെല്ലാം വളരെ വ്യാപകമായി കിട്ടാനുണ്ട്. നമുക്കറിയില്ല എന്നുള്ളൂ. പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്കൊക്കെ ഇത് എവിടെന്നാണ് കിട്ടുന്നത്, ആരൊക്കെയാണ് ഇത് വിൽക്കുന്നത് എന്നൊക്കെ അറിയുള്ളൂ. ഇതിനൊക്കെ പറയുന്ന പേര് നമ്മൾ MDMA അല്ലെങ്കിൽ കഞ്ചാവ് എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ, ഇത് വിൽക്കുന്ന ആളുകൾക്ക് അതേക്കുറിച്ച് പല പേരുകളിലാണ്, നമുക്കൊന്നും മനസ്സിലാവാത്ത ഭാഷകളിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ചെറിയ സാധനം ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് അഡിക്റ്റായി മാറുമ്പോഴാണ് ഇതിന് നമ്മുടെ കുട്ടി ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചികിത്സ തേടുക. അതുവരെ നമ്മൾ വിശ്വസിക്കില്ല. അപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുക കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ചും മറ്റുമൊക്കെയാണ്. സൗഹൃദമാണ്, അവനാണ് എൻ്റെ മകനെ വഷളാക്കിയത്, അവളാണ് എൻ്റെ കുട്ടിയെ കേടുവരുത്തിയത് എന്നാണ്. നമ്മൾ അവരൊന്നും പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ, അതല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. വല്ലാത്ത വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ 2025 തുടങ്ങിയത് മുതൽ നമ്മൾ കേൾക്കുന്നത്. എവിടെ നോക്കിയാലും കൊലപാതകങ്ങൾ, അത് പലതും. ഈ ഒരു കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, ഈ ഒരു 10-11 ഈ കുറഞ്ഞ ഈ 10-41 ദിവസത്തിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് എത്ര മാതാപിതാക്കളെയാണ് മക്കൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാനീ പറഞ്ഞതൊക്കെ നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നടന്ന സംഭവങ്ങളാണ്, അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ. അല്ലാതെ തന്നെ ഇതിലിപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നതിൽ മുസ്ലിം എന്നൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അച്ഛനെ കൊലപ്പെടുത്തിയത്, അമ്മയെ കൊലപ്പെടുത്തിയത് വേറെ സംഭവമുണ്ട്, അച്ഛനെ പൊട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവങ്ങൾ, അങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ കുറഞ്ഞ ദിവസത്തിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ മക്കളെ ഇത്തരം വിഷയങ്ങൾ സംശയിക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. സംശയിക്കണ്ട, പക്ഷെ ശ്രദ്ധിക്കണമല്ലോ. നമ്മുടെ മക്കളല്ലെങ്കിലും സാഹചര്യം, നമ്മുടെ മക്കൾ ഇത്തരം കെണികളിൽ അകപ്പെടുത്താനുള്ള വലിയ സംഘങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും.
അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.